നമസ്കാരം. ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു ദമ്പതികൾ കുട്ടിയുമായി ഇവിടെ എത്തി. ഇവരാവട്ടെ 2 വർഷം മുൻപ് ഇവിടെ വന്ന് വെജൈനിസ്മസിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു പോയതാണ്. അന്ന് കല്യാണം കഴിച്ചിട്ട് 7 വർഷമായിരുന്നു. ഇവിടെ വന്ന സമയത്ത് 7 വർഷമായിട്ടും അവർക്ക് ഒരു ലൈംഗിക ബന്ധത്തിൽ ഇടപെടാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. നാട്ടിലൊക്കെ കണ്ടു, ചില കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിലും അവർക്കത് സാധിച്ചില്ല. കാസർഗോഡ് നിന്നാണ് അവർ വന്നിരുന്നത്. ഇപ്പോൾ അതിനുശേഷം ഇവിടുന്ന് പോയതിന് ശേഷം ഇവിടെ വന്ന് ആദ്യം 2-3 ആഴ്ച ഇവിടെ കിടന്ന് 2 ആഴ്ചയാണ് 2 ആഴ്ച കിടന്ന് അതിനുള്ള ഒരു സെക്സ് തെറാപ്പി, ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ബന്ധം ശരിയായ രീതിയിൽ നടന്ന് തൃപ്തിയായതിനു ശേഷമാണ് അവർ വീട്ടിലേക്ക് പോയത്. പിന്നീട് ഗർഭിണിയായ വിവരം ഫോണിൽ വിളിച്ചറിയിച്ചിരുന്നു. ഇപ്പോൾ സമീപകാലത്ത് ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ഒരു 4 മാസമായപ്പോഴാണ് മാതാപിതാക്കളായിട്ടുള്ള ഇവർ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ ഞങ്ങൾ ആ സന്തോഷം പങ്കുവയ്ക്കാൻ എത്തിയതാണ്. അപ്പോൾ അൺകൺസ്യൂമേറ്റഡ് മാരേജ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. കല്യാണം കഴിച്ച് കുറച്ച് നാളുകളായിട്ടും വേണ്ടത്ര തരത്തിൽ വേണ്ട രീതിയിൽ ഒരു പെനിട്രേറ്റീവ് സെക്സ് നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചികിത്സ തേടണം. ചിലപ്പോൾ ഭർത്താവിൻ്റെ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ ഭാര്യയുടെ പ്രശ്നമായിരിക്കാം. ഇതിലങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അവളുടെ പ്രശ്നമാണ് അല്ലെ അവൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. പലപ്പോഴും 2 പേരുടെയും കൂടി പ്രശ്നമായിരിക്കാം. ചിലപ്പോൾ ഭർത്താവിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ ഭാര്യയുടെ ആയിരിക്കാം, ചിലപ്പോൾ 2 പേർക്കും ചില പ്രശ്നങ്ങളുണ്ടായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും അത് വേണ്ടവണ്ണം പരിശോധന നടത്തി അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാവും. അത്തരം കേസുകൾ തീർച്ചയായിട്ടും നമുക്ക് വിജയകരമായി ചികിത്സിക്കാൻ കഴിയുന്നതാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നുപോയ ഈ ദമ്പതികളുടെ അനുഭവം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.